നമസ്കാരം, കലാകുമതി ഓൺലൈനിലേക്ക് സ്വാഗതം. UDFിലെ യുവ നേതാക്കളെ പൂട്ടാനുള്ള ചില ശ്രമങ്ങൾ CPMന്റെയും പിണറായി വിജയന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നുള്ള ഒരു പ്രചരണങ്ങൾ, ആരോപണങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അലതല്ലുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും മുസ്ലിം ലീഗിലെ PK ഫിറോസിനെതിരെയും ഷാഫി പറമ്പിലിനെതിരെയും ഒക്കെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ഇതിൻ്റെ ഭാഗമാണെന്നാണ് പല നേതാക്കളും പറയുന്നത്. കാരണം പിണറായി വിജയനും CPMനുമെതിരെ കടന്നാക്രമണം നടത്തുന്ന UDFിലെ യുവ നേതാക്കളെ പൂട്ടിക്കെട്ടാനുള്ള ചില ലൊടുക്ക് വിദ്യകൾ CPM ആസൂത്രണം ചെയ്യുന്നുണ്ടത്രേ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നു വന്നതിൻ്റെ പിന്നിലും ഇത്തരത്തിലൊരു നീക്കമാണെന്നാണ് ചില UDF നേതാക്കൾ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ തന്നെ PK ഫിറോസും പിണറായി വിജയനെതിരെ ആഞ്ഞടിക്കുന്ന നേതാവാണ്. നേരത്തെ ലീഗിലെ KM ഷാജിയായിരുന്നു പിണറായിക്കും CPMനുമെതിരെ ആഞ്ഞടിക്കുന്നത്. ഷാജിക്കെതിരെ നിരന്തരമായ അന്വേഷണങ്ങളും നിരന്തരമായ കേസുകളും ഒക്കെ ഉണ്ടായി. പക്ഷെ അതിൽ നിന്നെല്ലാം അദ്ദേഹം ഊരിപ്പോന്നു. KM ഷാജി അതിനെല്ലാം അതിജീവിച്ച് നിൽക്കുന്നുണ്ട്. അതിനുശേഷം പിടിക്കുന്നത് PK ഫിറോസിനെയാണ്. കാരണം PK ഫിറോസും നിരന്തരമായി പിണറായിക്കും CPMനുമെതിരെ ആരോപണങ്ങൾ ഉയർത്തുന്ന ആളാണ്. PK ഫിറോസ് ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് മുസ്ലിം സമുദായത്തിൽ സ്വാധീനം സൃഷ്ടിക്കാൻ കഴിയുന്നു എന്നുള്ള വിലയിരുത്തൽ CPMനുണ്ടായി, പിണറായി വിജയനുണ്ടായി. അതുകൊണ്ടാണ് KT ജലീൽ എന്ന ഉപകരണത്തെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ KT ജലീലിനെ ഉപയോഗിച്ച് PK ഫിറോസിനെതിരെ ഇത്തരം ആരോപണങ്ങൾ നിരന്തരമായി ഉയർത്തുന്നതെന്നാണ് ചില UDF നേതാക്കൾ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഗതി അത് തന്നെയാണ്. കാരണം വെറുമൊരു ആരോപണം, ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക ആരോപണം വന്നത് സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു. സോഷ്യൽ മീഡിയയിലെ ചില പോസ്റ്റുകളിലൂടെയാണ് ആരോപണം വന്നത്. എന്നാൽ ആരോപണം വന്നപ്പോൾ അതെല്ലാം ഹൂ കെയർസ് എന്ന് പറഞ്ഞ് രാഹുൽ തള്ളിക്കളഞ്ഞു. കാരണം അതിനുള്ള ഒരു പരാതിയോ അല്ലെങ്കിൽ ആരും ക്യാമറയ്ക്ക് മുന്നിൽ തുറന്നു പറയുകയോ ഒന്നും ചെയ്തില്ല. അതിനുശേഷം അതൊന്ന് ഒതുങ്ങിക്കഴിഞ്ഞപ്പോഴാണ് വീണ്ടും ഒരു സിനിമാ നടി രംഗത്ത് വന്ന്, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയ പെൺകുട്ടി രംഗത്ത് വന്ന് ഹൂ കെയർസ് എന്ന് പറയുന്ന നേതാവ് തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തൽ ക്യാമറയ്ക്ക് മുമ്പിൽ നടത്തിയത്. അതിനെ തുടർന്നാണ് രാഹുലിനെതിരെ ഈ കാണുന്ന കോലാഹലങ്ങൾ മുഴുവൻ നടക്കുന്നത്. അങ്ങനെ ഷാഫി പറമ്പലിനെതിരെയും അത്തരത്തിലുള്ള നീക്കങ്ങൾ അതിശക്തമാണ്. ഷാഫിയുടെ ചില ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ടുള്ള ചില അന്വേഷണങ്ങൾക്ക് തുടക്കം കുറിച്ചു എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ദുബായുമായി ബന്ധപ്പെട്ട ചില ബിസിനസ് കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണ സംഘം, കേരളത്തിലെ ക്രൈംബ്രാഞ്ചിൻ്റെയൊക്കെ അന്വേഷണ സംഘം കടന്നു ചെല്ലുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ UDFിൽ ജനപിന്തുണയുള്ള വിശ്വാസ്യതയുള്ള നേതാക്കളെ ഒന്ന് ഒതുക്കി മൂലക്കിരുത്താൻ, തെരഞ്ഞെടുപ്പിന് മുമ്പ് അവരുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ ഇല്ലാതാക്കാനുള്ള ചില നീക്കങ്ങൾ വളരെ ശക്തിയായി CPMന്റെയും പിണറായി വിജയന്റെയും ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. KT ജലീലിനെ പോലൊരാളിറങ്ങി PK ഫിറോസിനെ നിരന്തരം ആക്രമിക്കുന്നത് ഇതിൻ്റെ ഭാഗമാണെന്നും, കാരണം പിണറായിയുടെ വിശ്വസ്തനായി അറിയപ്പെടുന്ന ആളാണ് KT ജലീൽ CPMൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്ത് വന്ന അന്നു മുതൽ പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായ വ്യക്തിയാണ്. അതുകൊണ്ട് PK ഫിറോസിനെതിരെ ജലീൽ ഇറങ്ങുമ്പോൾ അത് പിണറായി വിജയൻ അറിയാതെ ആയിരിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ടാണ് KT ജലീൽ PK ഫിറോസിനെതിരെ ആഞ്ഞടിക്കുന്നതും അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും അനധികൃതമായ സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നതും. എന്ന് വെച്ചാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധ്യതയുള്ള UDFിലെ യുവ നേതാക്കളെ തിരഞ്ഞു പിടിച്ച് പണി കൊടുക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് CPMനുള്ളത്. PK ഫിറോസും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും എല്ലാം നേരിടുന്നത് ഇതേ തന്ത്രത്തിൻ്റെ നീക്കമാണ്. അല്ലെങ്കിൽ അവർ നേരിടുന്നത് CPMന്റെ ഒരു കൃത്യമായ വ്യക്തമായ ചില രാഷ്ട്രീയ തന്ത്രങ്ങളെയാണ്. കാരണം ഇവരെ അടുത്ത തവണ ജയിക്കാൻ അനുവദിക്കാതിരിക്കുക. UDFിൻ്റെ യുവ നേതാക്കൾ ഇവർ നിന്നാൽ ജയിക്കും. 4 5 യുവ നേതാക്കളെ നിർത്തിയാൽ 5 സീറ്റും ലഭിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ UDFിൻ്റെ സ്ഥിതി. അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സീറ്റ്, ഫിറോസിൻ്റെ സീറ്റ്, അല്ലെങ്കിൽ മറ്റു ചില യുവ നേതാക്കളുടെ സീറ്റ്, ഇതെല്ലാം UDF പിടിച്ചെടുക്കുമെന്നുള്ള നില വന്നപ്പോൾ, എന്നാൽ ഇവരുടെ വിശ്വാസ്യത ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം, ഇവർ അഴിമതിക്കാരും കള്ളന്മാരും പെണ്ണുപിടിയന്മാരുമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നീക്കം CPMന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നാണ് UDF നേതാക്കൾ ആരോപിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആരോപണങ്ങളൊക്കെ എന്നും അവർ പറയുന്നു.